ഈയിടെയായിട്ടൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര മൂടിയാണ്. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാലമാണ്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സംഭവം പീരീഡ്സ് എടുക്കുമ്പോൾ ഒരാഴ്ച മുന്നേ ഒക്കെ വരും. അപ്പോഴൊക്കെ ഏതാണ്ട് മൂടിയാണ്. ഇതിപ്പോൾ ആക്ച്വലി പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കൊന്നും വർത്തമാനം പറയാൻ തന്നെ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുന്ന ആളാണ്. എനിക്ക് ഒന്നും പറയാനില്ല. അന്നൊന്നും വായ തുറക്കാനേ തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മളങ്ങനെ അടുക്കളയ്ക്ക് എത്തുകയാണ്. എന്തൊക്കെയോ യാന്ത്രികമായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ഭയങ്കര മൂടി, ഭയങ്കര ദേഷ്യം, ഭയങ്കര എന്താ പറയുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തലേദിവസത്തെ പ്രശ്നങ്ങളൊക്കെ രാത്രിയോട് കൂടി പൂട്ടി വെച്ച് ഒക്കെ എടുത്ത് കളഞ്ഞ്, പൂട്ടി വയ്ക്കല്ല, എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ന്യൂ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ, എന്ത് പ്രശ്നമായാലും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് ഇത്രയായിട്ട് മനസ്സിലാവില്ല. അങ്ങനെ ഞാനൊരു ഊഹത്തിലെത്തി. ആക്ച്വലി എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് വിളിച്ചപ്പോൾ അവൾ ഈ ഒരു സംഭവം നിനക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ എന്താ PCOD ആണേ. ഞാനൊരു PCOD പേഷ്യൻ്റ് ആയിരുന്നു കല്യാണത്തിന് മുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെയും വെച്ച് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എഗെയിൻ അതൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ പീരീഡ്സിന് പ്രശ്നമുണ്ട്. പീരീഡ്സിന് ഒരു തരി ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഓരോരോ സിംറ്റംസാണ്. അപ്പോൾ PCOS ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അതങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ, ശരിയാക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേഗം തന്നെ ഒരു ഡോക്ടറെ കണ്ടു, ജിമ്മിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഇനി എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ കാര്യത്തിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു. അപ്പോഴാണ് ഇന്നലത്തെ കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ എടുത്ത് ചൂടാക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നമുക്ക് മൂടിയായിട്ടിരിക്കാൻ തോന്നുന്നുണ്ടോ, നമ്മൾ മിസ് ചെയ്യാന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും. ചിലപ്പോൾ എല്ലാം നമ്മൾ കാരണമായിരിക്കില്ല. നമ്മുടെ ഹോർമോൺസിന് ഇതിൽ നല്ലൊരു പങ്കുണ്ട്. അപ്പം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. തൈറോയിഡ്, PCOD, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ, വിറ്റാമിൻ D, B12, ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. ഞാൻ എന്താണെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തിനാ വെറുതെ രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ മൂടിയായിട്ടും മൂടില്ലാണ്ടേയും നമ്മളെയും മറ്റുള്ളവരെയൊക്കെ ഒരു മൂഡ് മാറ്റുന്ന രീതിയിലോട്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സന്തോഷത്തോടു കൂടി ചില്ലായിട്ടിരിക്കാം. അങ്ങനെ ഞാൻ ദോശയും ആ കറിയൊക്കെ കൂട്ടി അങ്ങ് അടിച്ചു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒരു പെറുക്കി കഴിക്കുന്ന സ്വഭാവമുണ്ട്. ആ ദോശയിൽ നിന്നൊരു കഷ്ണം എടുത്തു. ഞാൻ മെയിനായിട്ട് നമുക്ക് പീരീഡ്സിലൊക്കെ ഭയങ്കര താളം തെറ്റൽ, ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അങ്ങനെ ഒന്നും കിട്ടൊരു ശരിയാവാത്ത മട്ട്, നമ്മുടെ മൈൻഡിൽ നിന്ന് കൺട്രോളൊക്കെ പോകുന്ന പോലെ തോന്നും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞാനിതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ 3 days എടുത്തു. എന്നിട്ടാണ് ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ആരും അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ എഗെയിൻ കാണാം. ബൈ.